HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. വയനാട് ദുരന്തത്തിൽ നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കാൻ ഇന്ന് പ്രത്യേക ക്യാമ്പ്. താൽക്കാലിക പുനരധിവാസത്തിനായി 250 വീടുകൾ കണ്ടെത്തി. തിരിച്ചറിയാനാകാത്തവരുടെ DNA ഫലങ്ങൾ ഇന്നു മുതൽ പ്രസിദ്ധീകരിക്കും. കാണാതായവർക്കായി ചാലിയാറിൽ ഇന്നും നാളെയും തെരച്ചിൽ. സംസ്ഥാനത്ത് ആശ്വാസകിരണം പദ്ധതി അവതാളത്തിൽ. സർക്കാർ ഫണ്ട് മുടങ്ങിയിട്ട് 2 വർഷം. കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ആശ്രിതർക്കുള്ള പദ്ധതിയിൽ വിതരണം ചെയ്യേണ്ടത് പ്രതിമാസം 600 രൂപ. ബീഹാറിലെ ജഹനാബാദിൽ ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 7 മരണം. അപകടത്തിൽ 30-ലേറെ പേർക്ക് പരിക്ക്. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ വാഹനാപകടത്തിൽ 5 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. അപകടം കാറും ട്രക്കും കൂട്ടിയിടിച്ച്. കൊൽക്കത്തയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധമിരമ്പുന്നു. രാജ്യവ്യാപക സമരവുമായി ഡോക്ടർമാരുടെ സംഘടനകൾ. കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന ആവശ്യം. വിദ്യാർത്ഥി സമരം ന്യായമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. പാരീസ് ഒളിമ്പിക്സിന് തിരശ്ശീല വീണു. ഇന്ത്യൻ പതാകയേന്തി മനു ഭാക്കറും PR ശ്രീജേഷും. മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനം നിലനിർത്തി US. അടുത്ത ഒളിമ്പിക്സ് 2028 ലോസ് ആഞ്ചലസിൽ.